ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുൽ നസീർ. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ജനറൽ ഇവാലുവേറ്ററുടെ റോളിലാണ് എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 18ാമത്തെ ക്ലബിൻ്റെ 13ാമത് മീറ്റിങ്ങിലാണ് നാം ഇന്ന് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. മാഷാ അല്ലാഹ്, പ്രോഗ്രാം മാസ്റ്റർ സാദിഖ്, VP ഓർഗനൈസർ ഇലിയാസ് മാസ്റ്ററുടെ വീഡിയോ കൃത്യം 2 മണിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മീറ്റിംഗ് ആരംഭിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്നവരും അത്രേ വിജയികൾ എന്ന നല്ലൊരു സന്ദേശവുമായാണ് VP ഓർഗനൈസർ എത്തിയത്. അൽഹംദുലില്ലാഹ്. കൂടാതെ എന്തൊക്കെയാണ് പ്രോഗ്രാമിലൂടെ നീളം നാം ചെയ്യേണ്ട മര്യാദകൾ എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. കൂടാതെ സത്യപ്രതിജ്ഞ ചൊല്ലിത്തരുകയും ചെയ്തു. അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്, സത്യപ്രതിജ്ഞയിൽ ഒരു മാറ്റവും വരാതെ ശ്രദ്ധിക്കുക. ഒരു സത്യവിശ്വാസിയായ ഞാൻ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുമെന്നും അതനുസരിച്ച് ജീവിക്കുമെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അതിൽ ഒരു വാക്യഘടനയിലും ഒരു മാറ്റം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്, പ്രോഗ്രാം മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത്. അടുത്ത് പ്രോഗ്രാം മാസ്റ്റർ വന്നു. VP ഓർഗനൈസർക്ക് നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മീറ്റിങ്ങിൻ്റെ ഘടന പറയുകയുണ്ടായി. നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഖിറാഅത്തിന് വന്നിട്ടുള്ള മുഹമ്മദ് റഷീദ് മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിടവാങ്ങി. അൽഹംദുലില്ലാഹ്, പുതുതായി കടന്നു വന്ന നമ്മുടെ മുഹമ്മദ് റഷീദ് മാസ്റ്റർ തായിഫിലെ വളരെ ഉയരങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഖിറാഅത്ത് അവതരിപ്പിച്ച് കേബിൾ കാറിലൂടെ. മാഷാ അല്ലാഹ്, പുതിയൊരു അനുഭവമായിരുന്നു. വേഡ് മാസ്റ്ററായിട്ട് വന്നത് അബ്ദുറഹ്മാൻ മാസ്റ്ററാണ്. അൽവദൂദ്, വളരെ സ്നേഹമുള്ളവൻ. അതെ, തീർച്ചയായും അബ്ദുറഹ്മാൻ മാസ്റ്റർ വളരെ സ്നേഹമുള്ളവൻ തന്നെയാണ്. അദ്ദേഹം ആ അള്ളാഹുവിൻ്റെ നാമമാണ് തിരഞ്ഞെടുത്ത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. പിന്നീട് വന്നത് ഐസ് ബ്രേക്കിംഗ് സ്പീച്ചുമായി ഹാറൂൺ റഷീദ് മാസ്റ്റർ. അതിൻ്റെ ഇവാലുവേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഇവാലുവേഷനിൽ മാക്സിമം റെക്കമെൻഡേഷൻസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 റെക്കമെൻഡേഷനാണ് സാധാരണ ഞാൻ പറയാറുള്ളത്. അത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നല്ല ഒരു സ്പീച്ചായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിന്നീട് നാം പ്രിപ്പയർഡ് സ്പീച്ചിൻ്റെ ഇവാലുവേഷനിലേക്ക് കടക്കുകയാണ്. പ്രിപ്പയർഡ് സ്പീച്ച് ആദ്യമായി വന്നത് മുഹമ്മദ് കൊടുവള്ളി മാസ്റ്റർ. അതിൻ്റെ ഇവാലുവേറ്റർ ഫൈസൽ മാസ്റ്റർ ആയിരുന്നു. ഫൈസൽ മാസ്റ്ററോട് പറയാനുള്ളത്, 2 മിനിറ്റ് 27 സെക്കൻഡുമാണ് അദ്ദേഹം സംസാരിച്ചത്. ശരിക്കും 3.5 മിനിറ്റാണ്. അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവാലുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. റെക്കമെൻഡേഷൻ ശ്രോതാക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. 2ാമത്തെ റെക്കമെൻഡേഷൻ വിട്ടുപോയി. അത് ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ഇവാലുവേഷനിൽ പെടാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് വന്ന പ്രിപ്പയർഡ് സ്പീച്ച് അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ, അത് ഇവാലുവേറ്റർ റഷീദ് പള്ളത്തായിരുന്നു. സ്പീച്ചിൻ്റെ വിലയിരുത്തലിൽ സംസാരിച്ച പോലെയല്ല അദ്ദേഹം ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തിയത്. അദ്ദേഹം കുറേ ഒരു മെസ്സേജ് തന്നിട്ട് പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ നിന്ന്, അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ സ്പീച്ചിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നുള്ളതല്ല നമ്മളെ വ്യക്തമാക്കിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കൂടാതെ റെക്കമെൻഡേഷൻസൊക്കെ വളരെ ഭംഗിയായി അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് വന്ന പ്രിപ്പയർഡ് സ്പീച്ച് ഇവാലുവേറ്റർ ഇലിയാസ് മാസ്റ്ററാണ്. ഫൻസീർ മാസ്റ്ററുടെ സ്പീച്ചാണ് ഇവാലുവേറ്റ് ചെയ്ത് 2 മിനിറ്റും 18 സെക്കൻഡ് കൊണ്ട് ഇവാലുവേഷൻ നടത്തിയെന്നുള്ളതാണ് ഒരു പോരായ്മ ഉള്ളത്. 3.5 മിനിറ്റ് തന്നെ മാക്സിമം എടുക്കുക. പക്ഷേ അതിൽ റെക്കമെൻഡേഷൻസ് എല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അഭിനന്ദിക്കുന്നു. പിന്നീട് വന്ന 3 മിനിറ്റ് ടോപ്പിക് ഇവാലുവേറ്ററാണ് അബ്ദുറഹ്മാൻ മാസ്റ്റർ. അദ്ദേഹം 3 പേരുടെ സ്പീച്ചും നല്ല രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്തു. ജമാൽ മാസ്റ്ററെയും ഫൻസീർ മാസ്റ്ററെയും നിസാർ മാസ്റ്ററെയും ഇവാലുവേറ്റ് ചെയ്താണ് സംസാരിച്ചത്. പക്ഷേ റെക്കമെൻഡേഷൻസ് അതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പിന്നീട് വന്ന സോങ് മാസ്റ്റർ, നല്ലൊരു പാട്ടുമായി മുഹമ്മദ് കൊടുവള്ളി മാസ്റ്ററായിരുന്നു. പിന്നീട് ഗ്രമേറിയൻ റോളിൽ ഇലിയാസ് മാസ്റ്റർ നല്ല രീതിയിൽ ഷൈൻ ചെയ്തു.
എല്ലാ റിപ്പോർട്ടും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൂപ്പര് എന്ന് പറയുന്നതിന് പകരം മാസ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയാണ് പറയേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി ജനറലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. വീഡിയോ തയ്യാറാക്കുമ്പോൾ കൈകൊണ്ട് മുഖത്ത് തൊടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സല്യൂട്ടേഷൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് എന്ന് മാത്രം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിലെ ഭിത്തി കാണാത്ത രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. 3 മിനിറ്റ് ടോപ്പിക് മാസ്റ്റർ ഇതിൽ വന്നതായി കണ്ടില്ല, അതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട് പ്രൊമോ വീഡിയോ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തതായി കണ്ടില്ല. ഇൻഷാ അല്ലാ ഇത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം ഭംഗിയാക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.